ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2021 ഒരു ചൈനീസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലിംബോ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിലും തേടി പിടിച്ചിട്ട് പല രീതിയിലുള്ള മൂവീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാലും നിങ്ങൾ എന്തായാലും അത് കാണത്തില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീണ്ടും ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ വെറുതെ പറയല്ല, ഈ ട്വിസ്റ്റിലും ത്രില്ലറും പോട്ടെ, അതെന്തായാലും ഈ ഒരു മൂവിയിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ മൂവി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു മൂവിയിൽ ഒന്ന് രണ്ട് സീനുകളുണ്ട്. അതിന്റെ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. ആ ഒരു രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയും ഇനി എന്താണെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു മൂവിയാണ്. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഈ മൂവിയുടെ ആ ഒരു ത്രില്ലിങ്ങിന് ഒരു ഒറ്റ കുറവും സംഭവിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ത്രില്ല് അടുപ്പിച്ചെന്നിരുത്തും. അതുപോലുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പോലീസ് ഓഫീസർ നല്ല ഇതിൽ മുഖത്തെല്ലാം അടിയെല്ലാം കൊണ്ട് കൈയെല്ലാം വെച്ച് കെട്ടിയിട്ട് ഈ ആക്രിയെല്ലാം കൊണ്ടിടുമല്ലോ, വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ടിടുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ എന്തായാലും നമുക്ക് സാം എന്ന് വിളിക്കാം. അപ്പോൾ സാമാണ് നമ്മുടെ ഈ മൂവിയിലെ സെക്കൻഡ് ഹീറോ. അതുമല്ല, ഇവിടെ വന്ന് നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ നാളുകൾക്ക് മുന്നേ ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് അവൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെ ഒരിടത്തായിട്ട് ഈ ഒരു പോലീസ് ഓഫീസർ സാം അതേസമയം ഇവന്റെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ലീനെ കാണിക്കുന്നുണ്ട്. ലീ ആണെങ്കിലും എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവിടെ ഇരുന്ന് കരയും ചെയ്യുന്നു. കൂടാതെ അവിടെയുള്ള ആ ഒരു പെട്ടിക്കകത്ത് കൈയും കാലെല്ലാം കെട്ടിയ അവസ്ഥയിൽ ഒരു പെണ്ണുണ്ട്. അവളെ ഏതായാലും നമുക്ക് സിയാന്ന് വിളിക്കാം. അങ്ങനെ അവളാണെങ്കിലും ആ ഒരു പെട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്നും അവൾക്കൊരു തോക്ക് കിട്ടുന്നതും അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും സിയനെ രക്ഷപ്പെടുത്തി ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതുമല്ല, അവളെ കാണാനായിട്ട് സീനിയർ ആയിട്ടുള്ള സാം ഉണ്ടല്ലോ, അവൻ അവിടേക്ക് വന്ന് എന്റെ സീനിയർ നിന്നോട് ഒരുപാട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞിരുന്നു എന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിലും ജൂനിയറിന്റെ സ്ഥാനത്ത് ആ ഒരു സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഹീറോ എങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അങ്ങനെ വീണ്ടും ആ ഒരു സീൻ കട്ട് ചെയ്തതിനു ശേഷം ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നടക്കാനായിട്ട് പ്രധാന ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പൊ അങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരു ചവറെല്ലാം കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഹീറോ അങ്ങനെ നടന്നു പോവാണ്. അതുപോലെ ഒരുപാട് പോലീസുകാർ അവിടെ ഉണ്ട്. അങ്ങനെ ഹീറോ അവിടെ എല്ലാം നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവൻ എന്തോന്ന് കണ്ടുപിടിക്കുന്നു. അതെന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഞെട്ടുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചാല് ഏതോ ഒരു പെണ്ണിന്റെ ഇടത് കൈ വെട്ടി ഒരു ന്യൂസ് പേപ്പറിൽ ചുറ്റി അവിടെ വെച്ചേക്കുന്നു. അങ്ങനെ എല്ലാ പോലീസുകാരും അത് കണ്ട് ഞെട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പതിയെ ആ ഒരു കൈയിന്റെ അടുത്തേക്ക്, ആ ഒരു കയ്യിലാണെങ്കിൽ രക്തമെല്ലാം പറ്റിയിട്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അതിനടുത്തേക്ക് ചെന്ന് അതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും കാണുന്ന നമുക്കാണെങ്കിലും അത് ഇത്തിരി വിയേഡായിട്ട് തോന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോയുടെ മൈൻഡിൽ ഇപ്പോൾ ഒരേ കാര്യം തന്നെയാണ് വീണ്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ആ ഒരു കൈ ഒരു ന്യൂസ് പേപ്പറിലാണല്ലോ ചുറ്റിയിരുന്നത്. ആ ഒരു ന്യൂസ് പേപ്പർ 2 വർഷങ്ങൾക്ക് മുന്നേ വെളിയിൽ വന്ന ന്യൂസ് പേപ്പറാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ വെളിയിൽ വന്ന ആ ഒരു ന്യൂസ് പേപ്പർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം ഉണ്ടല്ലോ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ച അവൻ ഇപ്പോൾ പുതുതായിട്ട് ഇവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ജോയിൻ ചെയ്യാണ്. അങ്ങനെ സാം വന്നിട്ട് ഹീറോയോട് ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പെണ്ണിന്റെ കൈ ഇവർക്ക് ആദ്യമായിട്ടല്ല കിട്ടുന്നത്. 2 ആഴ്ചകൾക്ക് മുന്നേ മറ്റൊരു സ്ത്രീയുടെ കൈയും ഇതുപോലെ വേസ്റ്റ് എല്ലാം ഇടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഇവരിങ്ങനെ പറയുന്നു. അപ്പൊ ആ ഒരു കൈയിന്റെ ഉടമയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ ഇവർ കണ്ടുപിടിച്ചു. ആ ഒരു പെണ്ണൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ആ ഒരു കൈ ഉണ്ടല്ലോ, ആ ഒരു കൈയിന്റെ ഉടമയായിട്ടുള്ള ആ ഒരു പെണ്ണാരാണ് എന്നാണ് ഇനി ഇവർക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 2 പേരുടെ കൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ അവരുടെ ശരീരം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ 2 പെൺകുട്ടികളെയും കൊന്ന് കില്ലർ അവരുടെ ശരീരം എവിടെയും മറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇനി കില്ലർ ആ 2 പെൺകുട്ടികളെയും ജീവനോട് തന്നെ വെച്ചിട്ടുണ്ടോന്നും ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടായിരുന്നാലും ആ ഒരു പെൺകുട്ടികളെ ഇപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ ഇവർ ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അങ്ങനെ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഇപ്പോ നേരത്തെ കിട്ടിയ ആ ഒരു കൈ ആണെങ്കിൽ അതിന്റെ അടുത്ത് വെച്ചിട്ട് മണത്ത് നോക്കിയിരുന്നല്ലോ, അത് വെറുതെ ചെയ്തതല്ല, അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക് സ്മെല്ലിംഗ് പവർ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു പെണ്ണിന്റെ കൈ മണത്ത് നോക്കുന്ന ആ ഒരു സമയത്ത് രക്തത്തിന്റെ മണം അല്ലാതെ കൂടുതലായിട്ടും ഈ ആക്രിയെല്ലാം ഇടുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തെ സ്മെല്ല് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയ സമയം മുതൽ അവളുടെ കൈ വെട്ടുന്നത് വരെയും ഇതേപോലെ വേസ്റ്റ് ഇടുന്ന ഏതൊരു സ്ഥലത്തായിരിക്കണം ആ ഒരു പെണ്ണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു നാട്ടിലുള്ള വേസ്റ്റ് എല്ലാം ഇടുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, ആക്രിയെല്ലാം പറക്കുന്ന അതേപോലെയുള്ള പല സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങാണ്. അങ്ങനെ എല്ലാവരും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരിടത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് 2 വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഹീറോ കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു കൈ വെട്ടിയിട്ട് ചുറ്റി വെച്ചിരുന്നത് 2 വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെയുള്ള ന്യൂസ് പേപ്പർ ഇപ്പൊ എവിടെ നിന്ന് കിട്ടും? ഇതേപോലെ ആക്രിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ചിന്തിച്ചത് കൺഫേം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലർ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഇതേപോലെ ആക്രിയെല്ലാം സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇവരവിടെ നിൽക്കുന്ന സമയത്താണ് രണ്ടാമതായിട്ടൊരു കൈ കിട്ടിയാലോ.
ആ ഒരു കൈയിന്റെ ഉടമയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചെന്ന് ഇവർ പറയും. ആ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇങ്ങനെ വിളിച്ച് പറയുന്നതും നമ്മുടെ ഹീറോയും സാമും ആ ഒരു പെണ്ണിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സെന്ററിലേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് രണ്ടാമതായിട്ട് ഇവർക്ക് കിട്ടിയ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണ് ഒരു ഇമിഗ്രന്റ് ആണ്. മറ്റൊരു നാട്ടിൽ നിന്ന് അഗതിയായിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇല്ലീഗലായിട്ടാണ് ഈ ഒരു നാട്ടിൽ ജീവിക്കുന്നത്. അതുമല്ല അങ്ങനെ ഒരു കുറ്റം ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ വിട്ടിരുന്നു. അതുമല്ല ഇപ്പൊ ഒരു മാസത്തിന് മുന്നെയാണ് ആ പെണ്ണിനെ ജയിലിൽ നിന്ന് പരോളിൽ വിട്ടതും. അപ്പൊ അതിനിടയിലാണ് ആ ഒരു കില്ലർ ഈ ഒരു പെണ്ണിനെ എന്തോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോയും സാമും നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സെന്ററിലാണ് ഈ പരോളിൽ ഇറങ്ങുന്ന കുറ്റവാളികൾക്ക് ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് സൈൻ എല്ലാം ചെയ്തിട്ട് ആഴ്ചയിൽ വന്ന് സൈൻ ചെയ്യണമെന്നുള്ള രീതി ഉണ്ടല്ലോ, അതേപോലെ സൈൻ ചെയ്തിട്ട് പോകുന്നത്. അതേപോലെ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ഒരു പെണ്ണ് ഇപ്പോ അവിടെ നിന്ന് സൈൻ ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു പെണ്ണിനെ കാണുന്നതും സഹിക്കാൻ കൂടി കഴിയുന്നില്ല. എന്താണ് കാരണമെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ എഴുന്നേറ്റിട്ട് ആ ഒരു സെന്ററിനുള്ളിലെ ഒരു ലേഡിയോട് ചോദിക്കും, അല്ല ആ ഒരു പെണ്ണ് എന്തിനാ ഇവിടെ വന്നിട്ട് പോകുന്നേ? അല്ല അവളുടെ ശിക്ഷാ കാലാവധി എല്ലാം കഴിഞ്ഞു, അവളിപ്പോ എവിടെ ജോലി ചെയ്യുന്നേ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു പെണ്ണ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു കാർ ഗാരേജിലാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഓണറിനോട് ഈ ഒരു പെണ്ണ് ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം അയാൾ പറയത്തില്ല. പക്ഷേ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അയാൾ നല്ല രീതിയിൽ അടിച്ച് വേദനിപ്പിക്കുമ്പോഴത്തേക്കും സഹിക്കാൻ കഴിയാതെ അയാൾ പറയും, അവിടെ ഇട്ട് ഇങ്ങനെ പറയുന്നതും നമ്മുടെ സാം ആണെങ്കിലും വെളിയിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം കേട്ട് ഓടി വന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പിടിച്ചു മാറ്റാണ്. ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് സാമിനെ വണ്ടിയിൽ കയറ്റാതെ അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പെണ്ണിനെ അന്വേഷിച്ച് പോകുന്നു. അപ്പൊ എന്തിനാണ് നമ്മുടെ ഹീറോ ഈ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ആ ഒരു പെണ്ണ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എവിടെയോ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് ആ ഒരു കാർ അവിടെ നിന്ന് മോഷ്ടിച്ച് അത് മറ്റൊരിടത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവൾ ജയിലിൽ പോയതെന്ന് നമുക്ക് ഏകദേശം ഇപ്പൊ മനസ്സിലായി. ജയിലിൽ നിന്ന് റിലീസ് ആയാലും അവൾ ചെയ്യുന്ന ആ ഒരു ജോലി ഇപ്പോഴും നിർത്തിയിട്ടില്ല. അതുപോലെ ഈ ഒരു പെണ്ണിനെ നമുക്ക് എന്തായാലും ഇനി മുതൽ സിയ എന്ന് വിളിക്കാം. അങ്ങനെ സിയ ആണെങ്കിലും ആ ഒരു ഡീലറിന്റെ കയ്യിൽ കാർ കൊടുത്ത് പണം വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോ നേരെ അവിടേക്ക് വരുന്നു. അങ്ങനെ അവൻ അവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ടിട്ട് ഹേയ് പോലീസ് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്കായിട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ അവരെല്ലാം പല വഴിക്ക് ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ നോക്കുന്നത് ആ ഒരു പെണ്ണിനെ സിയേനെ മാത്രമാണ്. അതും വെറുതെ ഒന്നുമല്ല, നല്ല ദേഷിച്ചിങ്ങനെ നോക്കുന്നു. അങ്ങനെ സിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് പേടിച്ചോടുന്നതും ഹീറോ ആണെങ്കിൽ അവളെ വിടത്തില്ല, പുറകെ ആ ഒരു കാർ കൊണ്ട് പോവാണ്. അവൾ പലയിടങ്ങളിൽ ആ ഒരു കണ്ടെയ്നറെല്ലാം കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ പലയിടങ്ങളിൽ ഓടുന്നുണ്ടെങ്കിലും കാറിൽ അവളെ വിടാതെ പുറകെ തന്നെ പോകുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് അവളെ കാറിൽ ചേസ് ചെയ്ത് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നതും നമ്മുടെ ഹീറോ പുറകെ തന്നെ പോയിട്ട് ഇത്രയും നേരം പുറകെ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും അവളെ വിടത്തില്ലല്ലോ. അതുകൊണ്ട് പുറകെ പോയി അവളെ പിടിച്ച് അങ്ങനെ അടിക്കുന്ന സമയത്താണ് അവൾ പറയുന്നത്, ഏയ് ഞാനിപ്പോ എന്താ ചെയ്തേ, ഒരു കാർ മോഷ്ടിച്ച് വിറ്റതിനാണോ ഇങ്ങനെ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവളെ നല്ല രീതിയിൽ അടിച്ചിട്ട് അവന്റെ ആ ഒരു തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നത് കറക്റ്റ് സമയത്ത് നമ്മുടെ സാം അവിടേക്ക് വന്നിട്ട് ഹീറോയെ പിടിച്ചങ്ങ് മാറ്റാണ്. ആ ഒരു അവസരത്തിൽ സിയ ആണെങ്കിലും അവിടെ നിന്ന് ഓടി നേരെ അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് ഓടി ഒരു ബസ്സിനകത്തേക്ക് കയറിപ്പോയിരിക്കുന്നതും എന്തായാലും അവൾ കാണുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ അടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൾ ബസ്സിൽ എഴുന്നിട്ട് കുറച്ചു ദൂരം ബസ് സ്റ്റാർട്ട് ചെയ്ത് അവളിങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് എന്തോ ഒരു സ്വപ്നം അവളിങ്ങനെ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇവിടെ ഇത്രയും ദേഷിച്ച് ഫോളോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് സിയ ജയിലിൽ പോകുന്നതിന് മുന്നേ അവൾ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് എന്തായാലും അറിയാം. ആ ഒരു സമയത്ത് ഇവള് നല്ല രീതിയിൽ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്തിട്ട് കാർ അങ്ങനെ നിയന്ത്രണമില്ലാതെ ഓടിച്ചോണ്ട് പോകുന്ന വഴിക്ക് കാറിന്റെ നിയന്ത്രണം വിട്ട് നേരെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇടിക്കുകയും ചെയ്യുന്നു. അതാണെങ്കിൽ നമ്മുടെ ഹീറോ അടുത്ത് നിന്ന് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് സിയ കാർ കൊണ്ടിടിച്ച ആ ഒരു സ്ത്രീ ആണെങ്കിലോ ഹീറോയുടെ ഭാര്യയായിരുന്നു. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് സിയ ജയിലിൽ പോയത്. അതുപോലെ തന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്റെ ഭാര്യയെ കൊന്ന ആ ഒരു സ്ത്രീയെ എന്തായാലും നമ്മുടെ ഹീറോ വെറുതെ വിടോ, അത് സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു ശിക്ഷ അവന്റെ കൈകൊണ്ട് തന്നെ കൊടുക്കുന്ന രീതിയിലാണ് അവളെ ഇപ്പൊ കൊല്ലാനായിട്ട് ഹീറോ തയ്യാറായത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നതും അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പോലീസുകാർക്ക് പുതിയൊരു ലീഡ് കിട്ടുകയാണ്. എന്താണെന്ന് വെച്ചാൽ രണ്ടാമതായിട്ട് കിട്ടിയ ആ ഒരു പെണ്ണ് ഒരു ഇമിഗ്രന്റ് ആണെന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നല്ലോ. ആ ഒരു പെണ്ണിന്റെ ക്രെഡിറ്റ് കാർഡ് ഇന്ന് രാവിലെ ആരോ ഒരു കടയിൽ യൂസ് ചെയ്തതായിട്ട് ഇവരിപ്പം മനസ്സിലാകും. അങ്ങനെ അത് മനസ്സിലാവുന്നതും ഇവരെല്ലാവരും കൂടി ഈ പോലീസുകാരെല്ലാവരും കൂടി നേരെ ആ ഒരു കടയിലേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു ടെസ്റ്റ്. ഇവർ സംശയിച്ചതുപോലെ ആ ഒരു കില്ലറൊന്നും അല്ല ഇവിടേക്ക് വന്ന ആ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പകരം ആ ഒരു കടയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ പയ്യനാണ് ആ ഒരു കാർഡ് യൂസ് ചെയ്തത്. അപ്പൊ ഹീറോ പെട്ടെന്ന് ആ ഒരു പാവക്കുട്ടി എന്നെ വിളിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട്, അല്ല നിനക്ക് എവിടുന്ന ഈ ഒരു കാർഡ് കിട്ടിയേ എന്തെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പാവക്കുട്ടി എല്ലാ പോലീസുകാരെയും വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. ദേ അവിടെ ട്രക്ക് കിടക്കുന്നുണ്ടല്ലേ, ദേ അവിടെ വേസ്റ്റ് എല്ലാം ഒരുപാട് ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് കാർഡ് കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയും ആ ഒരു പോലീസുകാരും ആ ഒരു ട്രക്കിനടുത്തേക്ക് ചെന്നിട്ട് അതിലുള്ള വേസ്റ്റ് എല്ലാം പറക്കി ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഇവർക്ക് മറ്റൊരു സ്ത്രീയുടെ ശരീരം ഇങ്ങനെ കിട്ടുന്നു. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആൾറെഡി 2 പെൺകുട്ടികളുടെ കൈ കെട്ടിയിരുന്നു. ആ ഒരു പെൺകുട്ടികൾ ആരാണെന്ന് ഇവർ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ശരീരം നേരത്തെ കണ്ടുപിടിച്ച ആ 2 പെൺകുട്ടികളുടേതല്ല, ഇത് വേറൊരു പെണ്ണിന്റേതാണ്. പക്ഷെ ഈ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത് ആ ഒരേ കില്ലർ തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു പെണ്ണിന്റെയും ഇടത് കൈ തന്നെയാണ് വെട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന്
നിന്നും ആ ഒരു പെണ്ണിന്റെ ശരീരം നേരെ ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇന്നലെ രാത്രി രക്ഷപ്പെട്ടു പോയ നമ്മുടെ സി ഉണ്ടല്ലോ, അവളിപ്പോ തിരിച്ചിവിടേക്ക് വന്നിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാല് അവൾ രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ഹീറോയുടെ ഭാര്യയെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനാണ് അവൾ ജയിലിൽ പോയതെന്നും അതുകൊണ്ടാണ് അവൻ തന്നെ കൊല്ലാൻ വന്നതെന്നും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവള് ഹീറോയോട് ക്ഷമ ചോദിക്കാനായിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ വന്ന് നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ അറിയാതെ എന്ന് പറ്റിപ്പോയതാണ്, അതിനാണെങ്കിൽ എനിക്ക് ശിക്ഷയും കിട്ടി, ഞാൻ ജയിലിലും പോയി, ഇനി എന്താ വേണ്ടത്, നിങ്ങളുടെ കാലിൽ വീഴണോ, അത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവള് ക്ഷമിക്കാന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഒരു വിലയും കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും സാമും നേരെ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഡോക്ടർ ചില കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കില്ലർ ഈ ഒരു പെണ്ണ് ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പെണ്ണിന്റെ കൈ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് ഒരു ഷാർപ്പായിട്ടുള്ള ആയുധം കൊണ്ടൊന്നല്ല, ഈ തുരുമ്പ് പിടിച്ച് മൂർച്ചയൊന്നും ഇല്ലാത്തൊരു ആയുധം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അവളുടെ കൈ മുറിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കില്ലർ ഈ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണിന്റെ ശ്വാസക്കുഴലിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രഗ് യൂസ് ചെയ്തതായിട്ടും അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെണ്ണൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ കില്ലർ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു പെൺകുട്ടികള് ഒന്നുകിൽ ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കർ, മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കുടിയേറി വന്ന ഒരു പെണ്ണ്, ഇങ്ങനെ തിരക്കാനായിട്ട് ആളും പേരൊന്നും ഇല്ലാത്ത അതേപോലെയുള്ള സ്ത്രീകളെ കണ്ടുപിടിച്ചിട്ടാണ് ആ ഒരു കില്ലർ ഇപ്പൊ കൊല്ലുന്നത്. അങ്ങനെ അവരായാലും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മൂന്നാമതായിട്ട് കിട്ടിയ ഒരു പെണ്ണ് എന്തായാലും ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ഇവർക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ഡ്രഗ് ഡീലിംഗ് നടത്തുന്ന ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഈ ഒരു പെണ്ണ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കി അവളെ കണ്ടുപിടിക്കാം, ഇവൾ ആരാണെന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും സംസാരിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് വെളിയിൽ വീണ്ടും നമ്മുടെ സിയ ഇങ്ങനെ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴും നമ്മുടെ ഹീറോ അവളോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് ഹീറോയോട് ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോ അവളെ കണ്ടതും ഓടി അടുത്തേക്ക് വന്നിട്ട് ഒരു ഒറ്റയടി ഒരു പെണ്ണ് നൂല് നോക്കാതെ അവൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വീണ്ടും അടിക്കുന്നു. അവളാണെങ്കിൽ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, നിങ്ങളുടെ ദേഷ്യം തീർന്നത് വരെ അടിച്ചോ എന്നുള്ള രീതിയിലാണ് അവൾ വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മൾ മിക്ക മൂവീസിലും കണ്ടിട്ടുണ്ട് സ്ത്രീ അടിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ലിമിറ്റ് വെച്ചേക്കും. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല, കാണുന്നത് നമുക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹീറോ ആ ഒരു പെണ്ണിനെ സിയനെ അടിക്കുന്നത്. അങ്ങനെ അടികൊണ്ടോണ്ടിരിക്കുന്ന അതേ സമയത്ത് സിയ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യാം, എനിക്കറിയാവുന്ന ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതേപോലെയുള്ള എല്ലാ ആളുകളെയും ഞാൻ പിടിച്ച് നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ അവളുടെ ഡീലേഴ്സുമാരുണ്ടല്ലോ അവരുടെ ഓരോരുത്തരുടെയും പേരായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ഹീറോ ഇപ്പോഴും ഇവളോട് എന്തുകൊണ്ടാണ് ക്ഷമിക്കാത്തത് എന്നുള്ള ഒരു റീസൺ എന്താണെന്ന് ഇവളെ നേരിട്ട് തന്നെ വിളിച്ച് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അവളെ വിളിച്ച് നേരെ ഒരു ആശുപത്രിക്കകത്തേക്ക് ഇങ്ങനെ പോവാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അന്ന് സിയെ ഇടിച്ചു തെറിപ്പിച്ച ഹീറോയുടെ ഭാര്യ ഉണ്ടല്ലോ, അവർ ഇതുവരെയും മരിച്ചിട്ടില്ലായിരുന്നു. അവര് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിൽ, വേണമെങ്കിൽ മരിച്ചെന്ന് തന്നെ പറയാം, ശരീരം മാത്രം ഇങ്ങനെ കിടക്കുന്നു. മരിച്ചു പോയിരുന്നെങ്കിൽ അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ആർക്കും അത് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ സിയനെ വിളിച്ചതിനെ കാണിച്ചിട്ട്, നീ എനിക്ക് ഒരുത്തനെ പിടിച്ചു തരേണ്ട ആവശ്യമില്ല, നീ ഒരു ആക്സിഡന്റ് നടത്തുന്നതിന് മുന്നേ എന്റെ ഭാര്യ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ എന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കാതെ ഇങ്ങനെ പറയുന്നതും ഷെടാ ഇതെങ്ങനെ ശരിയാവും, കേട്ടിട്ട് നമുക്ക് തന്നെ അത് ശരിയായിട്ട് തോന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും തന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ കിടന്നിട്ട് തന്റെ ഭാര്യയെ നോക്കുമ്പോഴത്തേക്കും ഹീറോയെ കൊണ്ട് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് സിയോട് ഏതെങ്കിലും രീതിയിൽ അവനുള്ള ആ ഒരു ദേഷ്യം തീർത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സിയ ഓരോ കുറ്റവാളികളുടെ പേര് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ, അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും അല്ലാതെ എല്ലാവരുടെയും മുന്നിലേക്ക് സിയനെ പിടിച്ചു നിർത്തിയിട്ട്, ഇത് നോക്ക്, നിങ്ങൾ എല്ലാവരെയും പിടിക്കാനായിട്ട് എല്ലാവരുടെയും പേര് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മുടെ സിയനെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിയയുടെ കാര്യം എന്താവും നമുക്കറിയാം. അങ്ങനെ സിയനെ ഇവരെല്ലാവരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹീറോ മനഃപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ കുറ്റവാളികളെല്ലാം കുറച്ച് കഴിയുമ്പോൾ തന്നെ വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇവരെല്ലാവരെയും കാട്ടിക്കൊടുത്ത് നമ്മുടെ സിയെ അവർ വെറുതെ വിടോ ഇല്ല, ഒരിടത്ത് കൊണ്ടുപോയി നല്ല രീതിയിൽ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ട് സിയ നേരെ അവളുടെ വീട്ടിലേക്ക് വരുന്നതും ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഹീറോ തന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അവൻ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്, ഈ സിയക്കാണെങ്കിൽ ഇതേപോലെ ഒരുപാട് കുറ്റവാളികളെ പറ്റി അറിയാം. അങ്ങനെയാണെങ്കിൽ അവളോടുള്ള ഒരു പ്രതികാരം തീർക്കുന്നതിന് പകരം അവളെ എന്തുകൊണ്ട് ഈ ഒരു കേസിൽ എനിക്ക് യൂസ് ചെയ്തുകൂടാ? കാരണം ഈ ഡ്രഗ് ഡീലർമാരുണ്ടല്ലോ അവരെ പറ്റി നമ്മുടെ ഹീറോയ്ക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവള് വഴി അവരെ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ അന്ന് രാത്രി തന്നെ ഹീറോ സിയനെ വിളിക്കും. അടി കൊണ്ട് അവശയായിട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, ഇതേപോലെ നാളെ നീ ഞങ്ങളോടൊപ്പം വരണം, കുറച്ച് ഡ്രഗ് ഡീലർമാരെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ അവളോട് ഹെൽപ്പ് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യുന്നതും ഇതൊരു ഹെൽപ്പല്ല, അവൾക്ക് എന്തായാലും ഒരു പണി കിട്ടുമെന്ന് അവൾക്കറിയാം. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഹീറോ അവളോട് ക്ഷമിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കാണ് സിയയും.
അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയും സാമും അവര് രണ്ടുപേരെയും ഈ ഡ്രഗ് ഡീലിംഗ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് സിയെ ഇങ്ങനെ വിളിച്ചു വരുന്നതും അതുമല്ല അവരെല്ലാം കാണിച്ചു കൊടുക്കുന്നത് ആ ഒരു ഏരിയയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ മറ്റൊരു പണി കൊടുക്കുന്നത്. ഈ ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ പോലെ ആളാരാണെന്ന് നീ നേരിട്ട് വന്ന് കാണിച്ചു തരണം എന്നിങ്ങനെ പറയുന്നതും ഓക്കെ വേറെ നിവൃത്തിയിൽ ഇനി അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ സി ആണെങ്കിലും ഇവരെ വിളിച്ച് അവളെയും വിളിച്ച് നേരെ അതിനടുത്തുള്ള ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നതും അവരെല്ലാവർക്കും പോലീസ് ഇതിനകത്തേക്ക് വന്നെന്നുള്ള ആ ഒരു ദേഷ്യമൊന്നുമല്ല, പകരം ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന നമ്മുടെ സിയ ഇവരെല്ലാവരെയും ഒറ്റിക്കൊടുത്തല്ലോ ആ ഒരു ദേഷ്യമാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം മൂന്നാമതായിട്ട് മരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ ആ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ദേ ഈ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് അറിയോ, ഈ ഒരു പെണ്ണ് എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ദേ അവിടെ ഒരു ഡീലർ ഉണ്ട് അയാളോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ആ ഒരു രണ്ടാമത്തെ ഡീലറിനെയും നമ്മുടെ സിയനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവനെ പിടിച്ചിട്ട് അവൻ ഈ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും ഈ ഒരു പെണ്ണ് എനിക്കറിയാം, പക്ഷെ ഞാനല്ലേ ഇവൾക്ക് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്, ഇതേ ഏരിയയിൽ തന്നെ മറ്റൊരു പെണ്ണുണ്ട് അവളുടെ കസ്റ്റമറാണ് ഈ ഒരു പെണ്ണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ പോയി കണ്ടുപോകുക എന്നിങ്ങനെ പറയുന്നതും ആ ഒരു വീടും നമ്മുടെ സിയ തന്നെയാണ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഡോറും ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ മുന്നിൽ കിടക്കുന്ന ആ ഒരു പെണ്ണിന് ഇടത്തെ കൈയില്ല. അതുപോലെ ഇത്രയും നേരം നമ്മൾ മൂവിയിൽ കില്ലർ കൊന്ന എല്ലാ പെൺകുട്ടികളുടെയും ലെഫ്റ്റ് ഹാൻഡ് ആണല്ലോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെണ്ണ് തന്നെ ആയിരിക്കും ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്, കാരണം അവൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു വിഷമത്തിൽ ഇവളുടെ അടുത്ത് ഇതേപോലെ ഡ്രഗ് വാങ്ങിക്കാണ്ട് വരുന്ന ആ ഒരു പെണ്ണുങ്ങളെ പിടിച്ച് അവരെ കൊന്ന് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പെണ്ണ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുമ്പോഴത്തേക്കും അതെന്തായാലും ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമതായിട്ട് കിട്ടിയ ആ ഒരു പെണ്ണിന്റെ ശരീരം മറ്റോപ്സി ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണെ റേപ്പ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരാണും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പെണ്ണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല, ഇവളെ സഹായിക്കാനായിട്ട് മറ്റൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നിന്റെ കൂടെയുള്ള ആ ഒരാള് അതാരാണ്, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം ചെയ്തത് എന്നെല്ലാം നല്ല ഇതിൽ ചോദിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിലും പേടിച്ചിട്ട് ആ ഒരു സത്യം പറയാൻ തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണിന്റെ കുടുംബം അങ്ങനെ ആരുമില്ല, അതുപോലെ ഇവളാണെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റും കൂടിയാണ്. അങ്ങനെ ആരുമില്ലാത്ത ഇവളെ നല്ല രീതിയിൽ നോക്കാനായിട്ട് ഇടയ്ക്ക് വെച്ച് ഈ ആക്രിയെല്ലാം പറക്കുന്ന ഒരുത്തം വന്നിട്ടാണ് ഇവളെ എടുത്തോണ്ട് പോയി നല്ല രീതിയിൽ നോക്കുന്നത്. അപ്പൊ അവനാണ് ഈ ഒരു മൂവിയിലെ യഥാർത്ഥ കില്ലർ. പക്ഷെ അവൻ ആരാണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെട്ട് അവളാണെങ്കിൽ നല്ല രീതിയിൽ ഇവളെ നോക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുത്ത് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് ഓരോ സ്ത്രീകളായിട്ട് വരുമല്ലോ. ആ ഒരു സ്ത്രീകളിൽ ആര് തട്ടിക്കൊണ്ട് പോയാല് ചോദ്യങ്ങളൊന്നും വരത്തില്ല, കാരണം ഈ ഫാമിലി മറ്റു കാര്യങ്ങളില്ലാത്ത പെൺകുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ത്രീകളെ ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ കില്ലർ അവരെ കൊണ്ടുപോയിട്ട് ഈ മണ്ണെല്ലാം തൊണ്ടുന്ന ഷവലുണ്ടല്ലോ, അത് തുരുമ്പിച്ച ഒരു ഷവല്, ആ ഒരു ഷവല് വെച്ചിട്ട് ആ ഒരു സ്ത്രീകളുടെ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ജീവനോടെ ഉള്ളപ്പോ തന്നെ. അത് കഴിഞ്ഞ് ആ ഒരു കട്ട് ചെയ്ത കൈ ഒരു ബോക്സിൽ എടുത്തു വെച്ചിട്ട് ഗിഫ്റ്റ് പോലെ അവൻ സ്നേഹിക്കുന്ന ഈ ഒരു പെണ്ണ് വന്ന് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത് തെറ്റാണെന്ന് അവൾക്ക് അറിയാം. എന്നിരുന്നാലും അവൾ ഇത്രയും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരുത്തനല്ലേ, അതുകൊണ്ട് അവളും വലിയ ഇതിൽ ചോദ്യം ചെയ്യാനൊന്നും പോയിട്ടില്ല. പക്ഷെ ആ ഒരു കില്ലർ പെണ്ണുങ്ങളുടെ കൈ വെട്ടുന്നത് വരെ ഇവൾക്കറിയത്തുള്ളൂ, അല്ലാതെ അവരെ റേപ്പ് ചെയ്യും കൊല്ലു എന്നുള്ള കാര്യമൊന്നും ഇവൾക്ക് അറിയത്തില്ല. അങ്ങനെ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹീറോ ചോദിക്കും അവൻ എപ്പോഴെങ്കിലും അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അങ്ങനെയൊന്നും അധികമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവന്റെ അമ്മ മരിച്ചുപോയി ആ ഒരു വിഷമത്തില് അവൻ എപ്പോഴും കരയുമായിരുന്നു. അതുമല്ലാതെ അതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല് ആ ഒരു കില്ലർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നത് ജാപ്പനീസ് ഭാഷയിലാണ്. അപ്പൊ ഈ ഒരു കഥ നടക്കുന്നത് ചൈനയില്, കില്ലർ സംസാരിക്കുന്നത് ജാപ്പനീസ് ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ ഒരു കില്ലർ ഒരു ചൈനക്കാരനല്ല, ഒരു ജാപ്പനീസുകാരനാണ്. അപ്പോൾ എന്തായാലും കില്ലർ ജപ്പാനിൽ നിന്നും ചൈനയിലേക്ക് വന്ന ഒരു ഇമിഗ്രന്റ് ആണ് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ മനസ്സിലായി. അങ്ങനെ അവളെ വിളിച്ചിട്ട് ശരി അവനുള്ള ആ ഒരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞ് അവളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നതും ഇതിനുശേഷം ഇനി എന്തായാലും സിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ശരി നീ പോയിക്കോ, ഇനി നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെയും പറഞ്ഞു വിട്ട് നമ്മുടെ ഹീറോയും സാമും ആ ഒരു പെണ്ണിനെയും വിളിച്ച് അവളെ ഫോളോ ചെയ്തിങ്ങനെ അങ്ങനെ ഇവർ ആ ഒരു അപ്പാർട്ട്മെന്റ് വഴി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു ജനാലയിലൂടെ ആ ഒരു പെണ്ണ് വെളിയിലേക്ക് നോക്കിയിട്ട് ഹേയ് ദോ നിൽക്കുന്ന എന്റെ കാമുകൻ എന്നിങ്ങനെ പറഞ്ഞ് കില്ലറിനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കില്ലറിനെ കാണാൻ വേണ്ടി ജനാല വഴി ഇങ്ങനെ നോക്കുന്നതും ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പെണ്ണ് മുകളിലേക്ക് ഇങ്ങനെ ഓടുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരെ പറ്റിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമാണെങ്കിൽ കില്ലറിനെ കണ്ടെന്നുള്ള രീതിയിൽ കില്ലറിനെ പിടിക്കാനായിട്ട് താഴേക്ക് ഓടുന്നതും ആ കില്ലറിന്റെ ലവർ മുകളിലേക്ക് പോയത് കൊണ്ട് അവളെ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോ മുകളിലേക്ക് ഓടുന്നു. അതേസമയം മൂന്നാമതായിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ സിയ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരെ ഇവർക്ക് കാണിച്ചു കൊടുത്തല്ലോ. ആ ഒരു ദേഷ്യത്തില് നമ്മുടെ സിയനെ കൊല്ലാൻ വേണ്ടി, അവളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അവൾക്ക് നല്ല രീതിയിൽ പണി കൊടുക്കാൻ വേണ്ടി അവൾ കാണിച്ചു കൊടുത്ത അവരെല്ലാവരും സിയനെ അടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നു. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ലറിന്റെ ലവർ അവളാണെങ്കിൽ നമ്മുടെ ഹീറോ കാണാതിരിക്കാൻ വേണ്ടി ഓടി ഒരിടത്തേക്ക് പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അവിടേക്ക് വരുമ്പോഴത്തേക്കും നടുവിലായിട്ട് വലിയൊരു മതിലുണ്ട്. ആ മതിലിന്റെ ഇപ്പുറത്താണ് ആ ഒരു കാമുകി ഒളിച്ചിരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. അതുമല്ല നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ സ്മെല്ലിംഗ് പവർ നല്ല രീതിയിലുണ്ടല്ലോ.
അതുമല്ല ഇവർ രണ്ടുപേരല്ലാതെ വേറെ ആരും ഈ ഒരു സ്ഥലത്തുമില്ല. അതുമല്ലാതെ വ്യത്യസ്തമായിട്ട് മറ്റൊരു സ്മെല്ല് ഈ ഒരു വശത്തുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും എന്താണെന്ന് അറിയാൻ വേണ്ടി മതിലിന്റെ അപ്പുറത്തെ വശത്ത് നിന്നും അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ വശത്ത് കാണിക്കുമ്പോഴത്തേക്കും കില്ലറിന്റെ കാമുകി അവിടെ നിൽക്കല്ലേ. അതേസമയം അവളുടെ പുറകെ ഒറിജിനൽ കില്ലർ വന്ന് അവളെ അങ്ങനെ അവളെ പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കില്ലറിന് ഇപ്പോൾ നല്ല ദേഷ്യമുണ്ട്. എന്തൊക്കെയായാലും കില്ലറിന്റെ കാമുകി തന്നെയാണ്, എന്ത് നടന്നാലും തന്നെ ഒറ്റ കൊടുക്കില്ല എന്ന് അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ കില്ലറാണെങ്കിലേ അവളുടെ വായ ഇങ്ങനെ മൂടി പിടിച്ചിട്ട് ഞാൻ നിന്നെ എന്തുമാത്രം വിശ്വസിച്ചു എന്നും പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവിടെ വെച്ച് അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അപ്പുറത്ത് നിൽക്കുകയാണ് ഇതൊന്നും അറിയാതെ. അപ്പോഴേക്കും എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും ഇത് ചുമരിന് അപ്പുറത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കി ഹീറോ നേരെ പതിയെ അതിന് മുകളിലേക്ക് പതിയെ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്തേക്ക് എത്തി നോക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും ദൂരെ നിന്നും ഒരു തോക്ക് ഫയർ ആവുന്ന ശബ്ദം. അങ്ങനെ ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അവിടെ ആ ഒരു തോക്ക് ഫയർ ആയത് ഇതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ ഒരു വശത്തേക്ക് കില്ലറിന്റെ കാമുകിയെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ സാമാണെങ്കിൽ കില്ലറിനെ അന്വേഷിച്ച് പോയല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിയെ അവൾ കാണിച്ചു കൊടുത്ത് എല്ലാവരും കൂടി ചുറ്റി ചെയ്യുന്നിട്ട് അവളെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇത് നമ്മുടെ സാം കണ്ട് പാവൊന്നും പറഞ്ഞ അവൻ അവളെ രക്ഷിക്കാനായിട്ട് ഓടി ചെല്ലുന്നതും അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവനെ വെറുതെ വിടുന്നില്ല. ഇവർ നല്ല രീതിയിൽ നമ്മുടെ സാമിനെ അടിക്കുന്നു. അതുകൊണ്ട് ഇനി എന്തായാലും ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ സാമ് പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവന്മാരാണെങ്കിൽ അടങ്ങും ഇല്ല. അവന്മാർ അപ്പോഴും പേടിക്കാതെ നമ്മുടെ സാമിനെ നല്ല രീതിയിൽ അടിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് താഴെ വീഴുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് ആ ഒരു തോക്ക് നമ്മുടെ സിയുടെ കയ്യിൽ കിട്ടുന്നത്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നേരമായിട്ട് അടി കൊണ്ട് ആകെ ആവശ്യമായിട്ട് ഇനി അവളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു തോക്കെടുത്ത് അവളും പേടിച്ചതിനെ നിൽക്കാണ്, കണ്ണ് പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവളെ ഉപദ്രവിക്കാനായിട്ട് ആരാണ് മുന്നിലേക്ക് വരുന്നത് അവരെ പെട്ടെന്ന് അവളെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സൗണ്ടാണ് കില്ലറിനെ പിടിക്കുമെന്ന് പറഞ്ഞു ചെന്ന് നമ്മുടെ ഹീറോയ്ക്ക് കേട്ടതും അതിൽ നിന്ന് അവന്റെ ശ്രദ്ധ മാറിയതും. അതേ സമയം നമ്മുടെ സിയക്കാണെങ്കിലും നല്ല രീതിയിൽ നടക്കാൻ പോലും കഴിയുന്നില്ല. അവളാണെങ്കിൽ ആ ഒരു തോക്കും എടുത്ത് ഞൊണ്ടി അങ്ങനെ നടന്നു പോവാണ് പേടിച്ചിട്ട്. അതേസമയം നമ്മുടെ സാമാണെങ്കിലോ അവളുടെ പുറകെ പോകുന്നു, കാരണം അവൾ ആ ഒരു തോക്ക് എടുത്തിട്ട് പോവല്ലേ. അങ്ങനെ നമ്മുടെ സി ആണെങ്കിലും പേടിച്ച് നടന്ന് പോയിട്ട് പെട്ടെന്ന് ഒരിടത്തേക്ക് വന്ന് വീഴുന്നതും അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോഴേക്കും നമ്മുടെ സാം അവിടേക്ക് ഓടി വരുമ്പോഴത്തേക്കും ആ ഒരു തോക്ക് വീണ കാര്യം അവർ കാണുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയെ അവിടേക്ക് വരുന്നത് അവനും ഈ ഒരു കാര്യം കാണുന്നില്ല. അങ്ങനെ അവസാനം രണ്ടുപേരും ഓടി ഒരു വിധത്തിൽ നമ്മുടെ സിയെ കണ്ടുപിടിച്ചു. തോക്ക് നോക്കുമ്പോഴത്തേക്ക് തോക്ക് അവളുടെ കയ്യിലില്ല. അപ്പോഴേക്കും നമ്മുടെ സാമാണെങ്കിൽ എവിടെയാണ് തോക്കെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും നല്ല ഇതിൽ പരിശോധിക്കുകയെല്ലാം ചെയ്യാണ്. അവളാണെങ്കിൽ അടി കൊണ്ട് ആകെ ആവശ്യമായിട്ട് നിൽക്കുന്നു. എവിടെയാണ് നീ ആ ഒരു തോക്ക് കൊണ്ട് കളഞ്ഞത്? ശരി, ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ അടുത്തുള്ള ഒരു പഴയ കാറുണ്ട് പൊളിഞ്ഞ ആ ഒരു കാറിന്റെ ഡോറിൽ വിലം കിട്ട് വെച്ചിട്ട് ഇവർ രണ്ടുപേരും തോക്ക് അന്വേഷിച്ച് അവിടേക്ക് പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് വശങ്ങളിലായിട്ട് ആ ഒരു തോക്ക് അന്വേഷിച്ച് പോകുന്ന അതേ സമയത്ത് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ലറുണ്ടല്ലോ അവനിപ്പോ ഇവരാരും ഇല്ലാത്ത ആ ഒരു സമയത്ത് നമ്മുടെ സിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരും കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും പലയിടങ്ങളിലായിട്ട് ആ ഒരു തോക്ക് അന്വേഷിച്ചിട്ടും രണ്ടുപേർക്ക് തോക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് ഇനിയിപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു വന്ന് ആ കാറിനടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സിയെ അവിടെ കാണാനില്ല. കാരണം നേരത്തെ ആ ഒരു കില്ലർ അവിടേക്ക് വന്നല്ലോ. എന്തായാലും കില്ലർ സിയെനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഴയ കാറിന്റെ ഡോറ് അറുത്തുകൊണ്ടാണ് അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു പെണ്ണിന്റെ ശരീരം ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നതും രണ്ടുപേരും നല്ല സ്പീഡിന് അവിടേക്ക് ഓടുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കില്ലറിന്റെ കാമുകി. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ സീനിലാണ് നമ്മുടെ ഹീറോ ഈ ഒരു ചുമരിന്റെ ഇപ്പുറത്തെ വശത്ത് വന്നിട്ട് എന്തോ ഒരു സ്മെല്ല് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവിടേക്ക് നോക്കാനായിട്ട് വന്നത്. ആ ഒരു സമയത്താണ് ആ ഒരു കില്ലർ ആണെങ്കിലും അവന്റെ കാമുകി അവിടെ വെച്ച് കൊന്നത്. അപ്പോൾ താൻ നിന്നെടുത്ത് തന്നെയായിരുന്നു ആ ഒരു കില്ലർ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് കില്ലറിനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമുണ്ട്. അതുമല്ലാതെ ഇപ്പോൾ ഈ ഒരു പെണ്ണിനെ കൊന്നതല്ലാതെ നമ്മുടെ സിയെനെ കില്ലർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിച്ചിട്ട് ആ ഒരു കില്ലറിനെ ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതും കൂടാതെ നമ്മുടെ സാമിന്റെ തോക്കും കാണാതായി. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം ചീഫിനോട് പറയാന്ന് നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഏയ് അതിന്റെ ഒരാവശ്യമില്ല, ഇപ്പോൾ നിന്റെ തോക്ക് കാണാതായി, അത്രയല്ലേ ഉള്ളൂ, അതിനെന്തായാലും ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സാമിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവിടുന്ന് നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് രാവിലെ തന്നെ നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിന്റെ ഭാര്യയോടൊപ്പം അവനെ ഇറക്കി വിട്ടിട്ട് ഹീറോ നേരെ ഇവരുടെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ ഹീറോ അവിടേക്ക് ചെന്നിട്ട് അവന്റെ തോക്ക് ആദ്യം എടുത്ത് അതെടുത്ത് നോക്കി. അതുമല്ലാതെ ഇവരുടെ സിസ്റ്റത്തിൽ എന്തോ ഒരു കാര്യം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ഇപ്പൊ അറിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ സാമിനെ അവന്റെ ഭാര്യയോടൊപ്പം വിട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും ശരിയാവത്തില്ല. അവനാണെങ്കിൽ ആ ഒരു തോക്കില്ല, അതൊരു സമാധാനമില്ല. അതുകൊണ്ട് അവൻ അവന്റെ ഭാര്യയെ അവിടെ നിർത്തിയിട്ട് നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എന്തായാലും വരാം എന്നും പറഞ്ഞ് അവൻ നേരെ ആ ഒരു തോക്ക് കളഞ്ഞുപോയി അവർ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവന്റെ തോക്ക് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ
ആ ഒരു സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇമിഗ്രന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസറെ വിളിച്ച് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ജപ്പാനിൽ നിന്നും ചൈനയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇല്ലീഗലായിട്ട് മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിച്ച എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഗവൺമെന്റ് എന്തായാലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റ് പോലും ശ്രദ്ധിക്കാത്ത ഈ ഗവൺമെന്റിനെ തന്നെ പറ്റിച്ചു നടക്കുന്ന ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് അതിനെ പറ്റി നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ 9 മാസമായിട്ട് ജപ്പാനിൽ നിന്ന് വന്ന ഒരു ഇമിഗ്രന്റ് ഇവരാരെ കണ്ണിൽ പെടാതെ ഒരുപാട് നാളായിട്ട് ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട്. അതുപോലെ 9 മാസങ്ങൾക്ക് മുന്നേ അവൻ ഏത് വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ ഒരു വീടിന്റെ അഡ്രസ് ഇവരുടെ കയ്യിലുണ്ട്. ഹീറോ നേരെ ആ ഒരു അഡ്രസ്സിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യം തന്നെയാണ്, ഇത് തന്നെയാണ് ആ ഒരു കില്ലറിന്റെ വീട്. ഇതെങ്ങനെയാണ് നമ്മുടെ ഹീറോ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരുപാട് കൈകളുണ്ടായിരുന്നു. അതുമല്ല 3ാമത് പെണ്ണിന്റെ ആ ഒരു ശരീരം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഇതേപോലുള്ള കൈകൾ അവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ കില്ലറിനും ഈ ഒരു കൈകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിന്റെ ഓണർ അവിടേക്ക് വരുന്നു. അതൊരു ലേഡിയാണ്. അപ്പൊ ഇവിടെ താമസിച്ചിരുന്ന ആരാണ് എന്ന് ആ ഒരു ലേഡിയോട് ചോദിക്കുമ്പോഴത്തേക്കും അവനൊരു ജപ്പാൻകാരനാണ്, കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടേക്ക് വരുന്നില്ല, അതുകൊണ്ട് അവൻ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലായി ഇത് തന്നെയാണ് ആ ഒരു കില്ലറിന്റെ വീടെന്ന്. അതുമല്ല ആവശ്യമില്ലാതെ നമ്മുടെ സിയേനെ വഴക്കു പറഞ്ഞ് അവളോടുള്ള പ്രതികാരം തീർക്കണം എന്നുള്ള രീതിയിൽ ഇപ്പൊ അവസാനം ആ ഒരു കില്ലർ അവളെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇനി അവളെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധവും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ നല്ല രീതിയിലുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ കില്ലർ തട്ടിക്കൊണ്ടുപോയ സിയേനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് ബോധം വന്നിട്ട് കണ്ണുറങ്ങുന്നു. അതുമല്ല അവൾ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടെ അടുത്തായിട്ട് തന്നെ ശരീരത്ത് ഒരു തൊണ്ട് തുണി പോലും ഇല്ലാതെ ഒരു സ്ത്രീയുടെ ശരീരം ഇങ്ങനെ കിടക്കുന്നു. അതുപോലെ നമ്മുടെ സിയയുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു സോഫയിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ ശരീരം ഇങ്ങനെ കിടക്കുന്നു. അതേപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും 2 പേരുടെ ശരീരത്തും ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. അപ്പൊ സ്റ്റാർട്ടിംഗ് സീനിലെ 2 സ്ത്രീകളുടെ കൈകൾ പലയിടങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ, ആ 2 സ്ത്രീകളും ഇവർ 2 പേരാണ്. അങ്ങനെ ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ സി അങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കില്ലർ അകത്തേക്ക് കയറി വരുന്നത്. അവന്റെ മുഖമാണെങ്കിലും ഇപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത്. അതുമല്ല ഇവിടേക്ക് വന്ന നമ്മുടെ കില്ലർ വെറുതെ ഇരിക്കുന്നാണോ, അവൻ ഇവിടേക്ക് വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ സിയെ അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. സി ആണെങ്കിലും രക്ഷപ്പെടാൻ കഴിയാതെ അവന്റെ മുന്നിൽ പെട്ടുപോയി. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ തന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ ഹീറോ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഒരുപാട് നാളായിട്ട് ആ ഒരു ഭാര്യ ഇതേ കിടപ്പാണല്ലോ, ഇനി അവളെ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അവന്റെ ഭാര്യ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് നോക്കി നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതും ഇവിടെ നമ്മുടെ സാമിനെ കാണിക്കുമ്പോൾ സാം ഒരുപാട് നേരമായിട്ട് ആ ഒരു തോക്ക് അന്വേഷിച്ച് അവസാനം തോക്ക് കിട്ടിയില്ല. പക്ഷെ അതിന് പകരം ഒരു ഫുട് പ്രിന്റ് കിട്ടുകയാണ്. അങ്ങനെ അത് കാണുന്നതും അവൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ വിളിച്ച് ഇവിടേക്ക് വരുത്തിയിട്ട് ഈ ഫുട് പ്രിന്റ് വെച്ചിട്ട് ഇവരെന്താണ് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ രണ്ടാമതായിട്ട് ഒരു പെണ്ണിന്റെ കൈ ഇവർക്ക് കിട്ടിയിരുന്നല്ലോ, അതേ സ്ഥലത്ത് നിന്ന് ഇവർക്കൊരു ഫുട് പ്രിന്റ് കിട്ടിയിരുന്നു. ആ ഒരു ഫുട് പ്രിന്റും ഇപ്പൊ നമ്മുടെ സാമിന് കിട്ടിയ ഒരു ഫുട് പ്രിന്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം, ഇത് കില്ലറിന്റെ ഫുട് പ്രിന്റ് തന്നെയാണ്. നമ്മുടെ തോക്ക് നഷ്ടപ്പെട്ട ആ ഒരു ദിവസം കില്ലർ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമിന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിയെ ഇവർ കെട്ടിയിട്ടിട്ട് ഇവർ 2 വശങ്ങളിലേക്ക് പോയിട്ട് ആ ഒരു തോക്ക് അന്വേഷിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സാം തോക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആക്രിയെല്ലാം പറക്കുന്ന ഒരുത്തും വന്നിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു ആ ഒരു കില്ലർ. പക്ഷെ നമ്മുടെ സാമിന് ആ ഒരു സമയത്ത് അറിയത്തില്ലായിരുന്നു അത് കില്ലർ ആയിരുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം, അപ്പോഴേക്കാണ് കാണിക്കുമ്പോഴത്തേക്കും അന്ന് ആ ഒരു തോക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു കില്ലറും ഈ ഒരു വഴിയെ വന്നിട്ട് സിയുടെ കയ്യിൽ നിന്ന് പോയ ആ ഒരു തോക്ക് കില്ലറാണ് എടുത്തോണ്ട് പോയിട്ടുള്ളത്. അതുമല്ലാതെ ഇപ്പോൾ കില്ലറിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവന്റെ ഫോട്ടോയും ഐഡിയ ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടി. കാരണം ആ ഒരു ഇമിഗ്രന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ഹീറോ അത് കളക്ട് ചെയ്തിരുന്നു. ഷടാ, മറ്റൊരു നാട്ടിൽ നിന്നും ഇവിടേക്ക് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ ഒരു കില്ലറാണെങ്കിൽ ഇപ്പോൾ ചുറ്റി നടക്കുന്ന ഒരു കുഴപ്പമില്ലാതെ 2 പോലീസുകാരായിട്ടുള്ള നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് അവനെ വെറുതെ വിടാൻ കഴിയത്തില്ല. അതുമല്ല നമ്മൾ താമസിക്കുന്ന ഓരോ നിമിഷവും സിയയ്ക്കും അപകടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ കൈ ഇവർക്ക് കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് 2 പേര് ഇങ്ങനെ പോവാണ്. അവിടെ നിന്നും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ സിയനെ കില്ലറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് സിയൻ അവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. അതുമല്ല കില്ലറാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് മാറി നിന്നിട്ട് സിയെ കാണാത്ത രീതിയിൽ അവന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ച് അത് കണ്ടിങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നു. അതുമല്ല അപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കില്ലർ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ലെഫ്റ്റ് ഹാൻഡ് കട്ട് ചെയ്യുന്നത് എന്നതിനുള്ള കാരണം തന്നെ കാണിക്കുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും കില്ലർ കയ്യിൽ വെച്ചിരിക്കുന്ന തന്റെ അമ്മയുടെ ഫോട്ടോയിൽ അവന്റെ അമ്മയ്ക്കും ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. അതുമല്ല കില്ലറിന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം കില്ലറിനെ നല്ലതുപോലെയാണ് നോക്കിയിട്ടുള്ളത്. കില്ലറിന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ അമ്മയെ പോലെ മറ്റൊരു സ്ത്രീ അവൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. ആ ഒരു രീതിയിൽ തന്റെ അമ്മ എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ത്രീയെങ്കിലും വേണമെന്നുള്ള രീതിയിലാണ് ഇവൻ ഓരോ പെൺകുട്ടികളായിട്ട് കൊണ്ടുവന്ന് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് കട്ട് ചെയ്തെടുത്ത് അവരെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഈ കൈ മുറിച്ചതിന് ശേഷം ഈ രക്തമെല്ലാം ഒരുപാട് പോയിട്ട് അതിൽ മരുന്ന് പോലും വെക്കാതെ അത് കെട്ടിവെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം പോയിട്ട് അവർ മരിക്കത്തില്ലേ. അപ്പൊ ഈ ഒരു മണ്ടനെ അതുപോലും അറിയത്തില്ല. അപ്പൊ തന്നെ അവന്റെ ഏകദേശം ഒരു ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
അതുമല്ല ആൾറെഡി അവൻ 2 പെൺകുട്ടികളെ ഇപ്പൊ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോ മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ സിയ മാത്രം. എന്തായാലും ആ ഒരു മണ്ടൻ അത് അറിയത്തില്ല, അത് കൺഫേം തന്നെയാണ്. കാരണം ആൾറെഡി 2 പെൺകുട്ടികളും മരിച്ചുപോയി. ഇപ്പോ നമ്മുടെ സിയനെ വലിച്ചെടുത്തോണ്ട് പോയിട്ട് അവളുടെ കൈ മുറിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവൻ ആ ഒരു ഷവലെടുത്തിട്ട് കൈ മുറിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും സിയക്കാണെങ്കിൽ എന്തായാലും കുറച്ച് ബുദ്ധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അവന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവൾ കണ്ടിരുന്നു. അതുകൊണ്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ചിട്ട് നമ്മുടെ കില്ലറിനെ അവിടെ നിർത്തും. അപ്പൊ ഫോട്ടോ കയ്യിലുള്ളത് കൊണ്ട് കില്ലറിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കാണിച്ചിട്ട് സിയ അവിടെ നിന്ന് ഓടി പോകുന്നതും കില്ലർ അവളുടെ പുറകെ തന്നെ പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയും സാമിനെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ആദ്യം കിട്ടിയ ആ 2 പെൺകുട്ടികളുടെ കൈ, അതേപോലെ തന്നെ അവസാനമായിട്ട് കിട്ടിയ ആ ഒരു പെണ്ണിന്റെ ശരീരം, ഇതെല്ലാം കിട്ടിയ ആ ഒരു സ്ഥലങ്ങളെല്ലാം ഒരേ ലൊക്കേഷനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കില്ലർ ഈ ഒരു ഏരിയ വിട്ട് പോയിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതുമല്ലാതെ കില്ലർ എന്തായാലും ഈ ആക്രി പിറകുന്ന ആളാണെന്ന് ഇവർക്ക് അറിയാലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് എല്ലായിടങ്ങളിലും ഇങ്ങനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഒരിടത്ത് ചെല്ലുന്നതും ഇത് തന്നെയാണ് നമ്മുടെ കില്ലർ താമസിക്കുന്ന ആ ഒരു സ്ഥലം. അതുപോലെ അകത്തേക്ക് വന്ന ഉടനെ തന്നെ അവിടെ കിടക്കുന്ന ആ 2 പെൺകുട്ടികളുടെ ശരീരവും കാണുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും താമസിച്ച് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെ നമ്മുടെ കില്ലറും ഇല്ല, അതേപോലെ തന്നെ സിയനെ കാണാനില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും നല്ല ഇതിൽ അവിടെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കില്ലറും സിയയും ഓടി വന്ന ആ ഒരു വഴി ഇവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു വഴിയെ ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നതും നമ്മുടെ സിയെ കാണിക്കുമ്പോൾ സിയെ ഇപ്പോ കില്ലറിനെ പേടിച്ച് ആ വേസ്റ്റിലിടുന്ന ഭാഗത്ത് ഒരു പഴയ ബോക്സ് ഉണ്ട്, അതിനകത്തേ കയറി ഒളിച്ചങ്ങനെ ഇരിക്കും. അതുമല്ലാതെ വെളിയിൽ നല്ല ഇതിൽ മഴ പെയ്യുന്നത് കൊണ്ട് പെട്ടിക്കകത്തിരിക്കുന്ന നമ്മുടെ സിയക്ക് വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കില്ലറുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയും സാമും ഇങ്ങനെ വരുന്നത്. രണ്ടുപേരും കണ്ട ഉടനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിന്നെ ഇനി എന്തായാലും വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് കില്ലറിനെ എടുത്ത് ഇടിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, ഇവർ രണ്ടുപേരും എത്ര ഇടിച്ചിട്ടും നമ്മുടെ കില്ലറിന് ഒന്നും സംഭവിക്കുന്നില്ല. കാണാൻ ഇത്തിരി ഉള്ളെങ്കിലും ഹീറോയിനെ സാമിനെയും കാട്ടി ശക്തി അവനുണ്ട്. രണ്ടുപേരെ തൂക്കിയെടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് എറിയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കില്ലറിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും കഴിയുന്നില്ല. എന്നിരുന്നാലും രണ്ടുപേരും ഒരുപാട് നേരം ശ്രമിച്ചിട്ട് രണ്ടുപേരുടെ വിലങ്ങെടുത്ത് കില്ലറിന്റെ ഒരു കൈയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് ഇട്ടിട്ട് മറ്റൊരു കൈയാണെങ്കിൽ സാമിന്റെ കയ്യിലേക്ക് ഇടുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സിയനെ കണ്ടുപിടിക്കണ്ടേ. അതുകൊണ്ട് സാമിന്റെ കയ്യിൽ മാത്രം വിലങ്ങിട്ടിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് സിയനെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഇങ്ങനെ നോക്കാണ്. പക്ഷേ ഈ ബോക്സിനകത്തിരിക്കുന്ന നമ്മുടെ സിയക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വന്നതും അതേപോലെ തന്നെ നമ്മുടെ കില്ലറിനെ അടിച്ച് ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ പിടിച്ചു വെച്ചതും അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അവളാണെങ്കിൽ ഇപ്പോഴും കില്ലർ വെളിയിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പേടിച്ചു ഇരിക്കുന്നു. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ വെളിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ആ ഒരു ശബ്ദം കേട്ട് സിയ എന്താ വിചാരിക്കുന്നത് വെച്ചാല് കില്ലറാണ് തന്നെ അന്വേഷിച്ച് അവിടെ എല്ലാം വന്ന് നോക്കുന്നത്. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് അവള് പേടിച്ചിട്ട് ആ ഒരു ബോക്സിനകത്ത് നോക്കുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ കില്ലറിന് കിട്ടിയ ആ ഒരു തോക്കുണ്ടല്ലോ, ആ ഒരു തോക്ക് നമ്മുടെ കില്ലർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇവൾ ഇരിക്കുന്ന ആ ഒരു ബോക്സിനകത്താണ്. ആ ഒരു തോക്ക് കാണുന്നതും സി ആ ഒരു തോക്കും എടുത്ത് കില്ലർ വന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് തോക്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതും വെളിയിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ ഓരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ തുറന്നു നോക്കാണ്. അപ്പൊ ഒരു ബോക്സിലും ഇല്ല. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ കില്ലർ ഇപ്പൊ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സാമിനെ അടിച്ചിട്ടിട്ട് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാണ്. പക്ഷെ ഒരുപാട് നേരം കില്ലറിനോട് പിടിച്ചു നിൽക്കാനായിട്ട് സാമിനെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ സാമിന്റെ കയ്യിലിരുന്ന ആ ഒരു തോക്കെടുത്ത് കില്ലറിനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. കില്ലറിന്റെ കഥ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതേസമയം ഈ വെടിയച്ചോ കേൾക്കുന്നതും നമ്മുടെ സിയക്കാണെങ്കിൽ പേടി കൂടി അവൾ ആ ഒരു തോക്ക് കയ്യിൽ പിടിച്ചിട്ട് വെളിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സിയ ഇരിക്കുന്ന ആ ഒരു ബോക്സിനടുത്തേക്ക് വന്ന് ഹീറോ ആ ഒരു ബോക്സിനെ തുറക്കുന്നത് കില്ലറാണെന്ന് വിചാരിച്ചിട്ട് സിയ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നു. അത് ഒറ്റ തവണയൊന്നുമല്ല, 2-3 തവണ നിർത്താതെ പേടിച്ച് അവൾ എങ്ങനെ കണ്ണടച്ച് ഷൂട്ട് ചെയ്യുന്നതും താഴെ വീഴുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ ഷൂട്ട് ചെയ്തത് കില്ലറിനെ അല്ല നമ്മുടെ ഹീറോയാണെന്ന്. അങ്ങനെ അത് നമ്മുടെ ഹീറോ ആണെന്ന് മനസ്സിലാക്കുന്നതും സിയ ആണെങ്കിൽ പൊട്ടിക്കരയാൻ തുടങ്ങും. അതേസമയം നമ്മുടെ സാം ആണെങ്കിൽ ഈ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിന് മുന്നേ തന്നെ ഹീറോയും മരിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു സീനെല്ലാം കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാം ഇപ്പോൾ നേരെ അവരുടെ ചീഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സിയ ആണെങ്കിൽ ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ ആ ഒരു കാര്യം പറഞ്ഞ് ഇതേപോലെ ആ ഒരു തോക്ക് എന്റെ തോക്കായിരുന്നു, ആ ഒരു തോക്ക് എന്റെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് നമ്മുടെ ഹീറോ സാമിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സീനിൽ നമ്മുടെ ഹീറോ സാമിനെ ഒരിടത്ത് വിട്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് അവന്റെ തോക്ക് എടുത്ത് അതേപോലെ തന്നെ അവന്റെ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു കാര്യം ചെയ്തിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാല് ഓരോ തോക്കിന് ഓരോ സീരിയൽ നമ്പർ ഉണ്ട്. അതുപോലെ സിസ്റ്റത്തിലെ ഡേറ്റയിൽ ഏതൊക്കെ ഓഫീസർ ഏതൊക്കെ തോക്കാണ് യൂസ് ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മുടെ സാമിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്കിന്റെ സീരിയൽ നമ്പർ ഹീറോയുടെ തോക്കിന്റെ സീരിയൽ നമ്പറായിട്ട് മാറ്റിയിട്ട് നേരെ തിരിച്ച് ഹീറോയുടെ തോക്കിന്റെ ആ ഒരു സീരിയൽ നമ്പർ സാമിന്റെ തോക്കിന്റെ സീരിയൽ നമ്പറായിട്ട് മാറ്റിയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് കാരണം നമ്മുടെ ഹീറോ തന്നെയാണ്. സിയനെ ഈ ഒരു കേസിലേക്ക് വലിച്ചെഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് താനാണ് ഇതെല്ലാം തുടങ്ങി വെച്ചെന്ന് ഹീറോയ്ക്ക് എന്തായാലും അറിയാം. അതുകൊണ്ട് നമ്മുടെ സാം ഒരിക്കലും ഇതിൽ പെടരുത് എന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോയിട്ടുള്ളത്. അതുമല്ല നമ്മുടെ ഹീറോ മരിക്കുന്നതിന് മുന്നേ സാമിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് മരിച്ചത്. ആ ഒരു കാര്യം പറയാനായിട്ട് സാം ഇപ്പോൾ നേരെ സിയനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പൊ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണുന്നത്.
ഇപ്പൊ നമ്മുടെ സാം അവിടെ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഹീറോ നിന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതുമല്ലാതെ അയാൾ നിന്നോട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നീ നല്ലതുപോലെ തന്നെ ജീവിക്കാനും എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം എന്നോട് ചിരിച്ച മുഖത്തോടെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സിയയ്ക്കാണെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ ചെയ്ത തെറ്റിന് മാപ്പ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ജീവിതകാലം മുഴുവൻ അവൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മരിച്ചുപോയ നമ്മുടെ ഹീറോ ഇപ്പോ അവന്റെ ഭാര്യയുടെ ആത്മാവിനോടൊപ്പം ചേർന്നിട്ട് രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും. ബൈ.